ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റും അതേപോലെ തന്നെ ഏഷ്യൻ സൈഡിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആരോപണം ഉയർത്തുന്നുണ്ടല്ലോ. അതായത് ഇന്ത്യയുടെ പ്രോക്സിയാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള നിലയിലുള്ള ആരോപണമാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അഫ്ഗാനിസ്ഥാൻ്റെ ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രോക്സി അല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്ന ഭീഷണിക്കെതിരെയാണ് അഫ്ഗാനിസ്ഥാൻ പൊരുതുന്നത്, അല്ലാണ്ട് ഇന്ത്യയുടെ പ്രോക്സി ആയിട്ടല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഡാം പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആ വിഷയത്തെ ചൊല്ലി അഫ്ഗാനിസ്ഥാൻ്റെ മേളിൽ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട്. അതായത് ഡാം എല്ലാം ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും, ബോംബ് വെച്ച് തകർക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഡാം പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഇന്ത്യ ഒരു സൈഡിൽ വെള്ളം നിയന്ത്രിക്കുന്നുണ്ട്, അത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ അവരുടെ സൈഡിൽ കൂടി പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇസ്ലാമാബാദ് റൂട്ടിലേക്കൊക്കെ ഒഴുകി വരുന്ന ആ ഒരു വാട്ടർ സപ്ലൈയും കൂടി ഈ ഒരു ഡാം പണിത് തടഞ്ഞു നിർത്തി നിയന്ത്രണം മീൻസ് പാകിസ്ഥാനെ ചോൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില ഡാം പണിയൽ പോലത്തെ നിർണായകമായിട്ടുള്ള ചില പ്രോജക്റ്റുകളൊക്കെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പാകിസ്ഥാൻ അത്രമാത്രം ഭീഷണി ഉയർത്തുന്ന, വെല്ലുവിളി ഉയർത്തുന്ന, തീവ്രവാദപരമായി ചിന്തിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ TLP എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടല്ലോ, തെഹ്രീക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞ പാർട്ടി. ഈ പാർട്ടി തുടരെ അവിടെ ഒരു 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളെ ആക്രമിച്ചു. ഇതുപോലത്തെ പല പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ TLP എന്ന് പറഞ്ഞ പാർട്ടിയെ ഒരു തീവ്രവാദ പാർട്ടിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ തീവ്രവാദികളാണ്, ഇനി ഇവിടെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് TLP പാർട്ടി. ഇതുവരെ ശരിക്കുമുള്ള നാശനഷ്ടങ്ങളാണ് ഈ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ ഇവിടെ ഉണ്ടായത്. ഇതിൽ കൂടുതൽ പ്രതിഷേധം ഞങ്ങൾ കടുപ്പിക്കുമെന്നാണ് ഇപ്പോൾ TLP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ TLP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിൽ, അതായത് ഈ TLP പാർട്ടിയുടെ നേതാക്കൾ താമസിക്കുന്ന ആ ഒരു പ്രൊവിൻസിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ഈ പാകിസ്ഥാന്റെ ഗവൺമെന്റ് സമ്മർദ്ദം ഇട്ടിട്ട് ഈ നേതാക്കൾക്കെതിരെ എല്ലാം നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ആ പോലീസ് സ്റ്റേഷനിലെ SP നിരന്തരം സമ്മർദ്ദം ഇടുന്നത്. അങ്ങനെ സമ്മർദ്ദം ഇട്ടിട്ട് ഇപ്പൊ കേസ് എടുത്തു കഴിഞ്ഞാൽ TLP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇയാളെ വധിക്കും. കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള സമ്മർദ്ദം. ഇനി ആ ഗവൺമെന്റ് എന്താണ് ഇയാൾക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതും ഇയാൾക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിൽ ഈ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. കത്തെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഈ രീതിയിലുള്ള പ്രഷർ, ഇനി അഥവാ ഞാൻ കേസ് എടുത്തു കഴിഞ്ഞാൽ TLP നേതാക്കളിൽ നിന്നുള്ള വധഭീഷണി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് എനിക്ക് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ ഒരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബോർഡർ മേഖലയിൽ ഈ TTPയുമായിട്ട് ബന്ധപ്പെട്ട്, തെഹ്രീക്ക് താലിബാനികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ ബോർഡർ ഏരിയയിൽ ഈ ഡുറാൻഡ് ലൈൻ അഥവാ ദുരന്തം ലൈനിൻ്റെ അവിടെ ഇപ്പോഴും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഡോമിനേറ്റഡ് ആയിട്ട് ഈ ബോർഡർ ഏരിയയിൽ, പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് TTP ആണ്, തെഹ്രീക്ക് താലിബാനികളാണ്. ഇനിയിപ്പോൾ ബലൂചിസ്ഥാൻ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒരു മിലിറ്ററി ട്രക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ആ ട്രക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഈ പൊട്ടിത്തെറിക്ക് കാരണമായി തീർന്നത് ബലൂചിസ്ഥാനികൾ ഇതിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അതായത് ഇത് ബോംബ് സെറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ആക്രമണം നടത്തിയതാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പൊട്ടിത്തെറിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്ന ആക്രമണങ്ങളാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ശരിക്കും അവർ വിതച്ചത് അവർ കൊയ്യുന്നു എന്ന് തന്നെ പറയാനുള്ളൂ. അതിനകത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. അതുപോലെ ഇന്നലെ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ കേഴ്സൺ ഭാഗത്ത് ശരിക്കും ആക്രമണം, അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണമാണ് റഷ്യ കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിക്കും ഈ കേഴ്സൺ എന്ന് പറയുന്നത് ബ്ലാക്ക് സീയുടെ ശരിക്കും ആ ക്രൈമിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് തൊട്ടടുത്ത് അപ്പുറത്ത് കിടക്കുന്ന ഒരു ലാൻഡാണ്. പക്ഷേ അത് ഉക്രൈൻ്റെ മെയിൻ ലാൻഡുമായിട്ട് ചേർന്നിരിക്കുന്നത്. ക്രൈമിയ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് സീയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ശരിക്കും മെയിൻലാൻഡുമായിട്ട് അത്ര ബന്ധമില്ല. അതുകൊണ്ടാണ് റഷ്യക്ക് അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. അതായത് റഷ്യയുടെ സുക്കോയ് ഫൈറ്റർ ജെറ്റുകൾ എടുത്തുകൊണ്ട് പോയിട്ട് എയർ സ്ട്രൈക്ക് ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ എത്രമാത്രം പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫൂട്ടേജ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും എയർ സ്ട്രൈക്ക് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഡ്രോൺ ആണോ മിസൈൽ ആണോ എന്നുള്ളതൊക്കെ ഇനി റഷ്യയുടെ സൈഡിൽ നിന്ന് കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട്. കേഴ്സൺ ഭാഗത്ത് റഷ്യ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. ആന്ധ്രയിൽ ഒരു വണ്ടി നിന്ന് കത്തുകയാണെന്ന് പറഞ്ഞാൽ നിന്നങ്ങ് കത്തുകയാണ്. ഇതിന് കാരണമായത് ഒരു സ്കൂട്ടർ
ഒരു ബൈക്ക് വന്നിട്ട് ഈ ബസ്സിൻ്റെ, ഈ വോൾവോ ലക്ഷറി ടൂറിസ്റ്റ് ബസ്സിൻ്റെ സൈഡിൽ പെട്രോൾ ഫ്യൂവൽ ടാങ്കിൻ്റെ ആ ഭാഗത്ത് വന്ന് ഇടിച്ച് കയറിയതാണ് ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. ഈ ഒരു അപകടത്തിൽ 20 പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആദ്യം 11 പേര് 12 പേരെന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെയൊക്കെ. പക്ഷേ ഇന്നിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 20 പേരോളം ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അവരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു ബസ് ആളിക്കത്തുന്നത് അവിടെ. ഈ ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത്. ഈ ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിച്ചത് കൊണ്ട് തന്നെ അതിരൂക്ഷമായ നിലയിലുള്ള തീയാണ് ആളിപ്പടർന്നത്. അതിനകത്ത് ഇപ്പോൾ എമർജൻസി ഡോർ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തില്ല എന്നുള്ള നോട്ടൊക്കെ അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എമർജൻസി ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു, പക്ഷേ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ കാരണം ഈ ബ്ലാസ്റ്റിൽ പല രീതിയിലുള്ള ടെക്നിക്കൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രമാത്രം കൂടിയത് എന്നും കൂടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനാൻ്റെ ഭാഗത്ത് ശരിക്കുള്ള ആക്രമണം, ലെബനാൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഹെസ്ബുള്ളയുടെ ഒരു സുപ്രീം ലീഡറെ കൂടി വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇന്നലെ. ആ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ ഹെസ്ബുള്ളയെ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യുകയും ഹെസ്ബുള്ളയ്ക്ക് മേളിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇസ്രായേൽ. ഇനി അതിലുപരിയായിട്ട് മാർക്കോ റൂബിയോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ വന്നിറങ്ങി. അപ്പോൾ ഇന്നലെ ഇസ്രായേലിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെസ്റ്റ് ബാങ്ക് ഇപ്പം നിങ്ങൾ തുടരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ റിക്വസ്റ്റ് ഇസ്രായേലിൻ്റെ അടുത്ത്. വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ നിങ്ങൾ കുറച്ച് നിർത്തിവെക്കണം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയോ പാലസ്തീനികളോ ഇതൊന്നും അവരുടെ കൺസേൺ അല്ല. അറബ് രാജ്യങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജെറുസലേമിലിരിക്കുന്ന ആ ഒരു ടെമ്പിൾ മൗണ്ട്, അൽ-അക്സ മോസ്ക്, ഈ ഒരു ഏരിയയാണ് ശരിക്കും അറബ് രാജ്യങ്ങളുടെ, അറബ് കമ്മ്യൂണിറ്റിയുടെ തന്നെ കൺസേൺ. അപ്പോൾ ആ ഒരു പള്ളി, മുസ്ലിം പള്ളി പൊളിച്ചിട്ട് ഒരു ജൂയിഷ് ടെമ്പിൾ അവിടെ വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് അതിൻ്റെ കോർ ഐഡിയ. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പ്രശ്നം. അല്ലാതെ അവിടെ പാലസ്തീനികളൊക്കെ ഈ ഇസ്രായേലിൻ്റെ മൂട്ടിൽ പോയി ഇങ്ങനെ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ഗാസയിൽ തിങ്ങിപ്പാർക്കുന്ന എന്തിനാണ്? അത് വേറെ ഒന്നും കൊണ്ടല്ല. അത് അവിടെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം അവിടെ പോയി ഇരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. ഇത് പലരും തുറന്നു പറയാതെയാണ് ഇസ്രായേൽ ഗാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ജോർദാൻ ത്രൂ ഒരു കണക്ടിവിറ്റി ആ പള്ളിയുമായിട്ട് ലിങ്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. എക്കാലത്തും ഈ പള്ളി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഈ രീതിയിൽ ഹമാസിനെ പോലെയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ബ്രിഗേഡുകളെ പോലെയോ ഇസ്രായേലിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ടീം അവിടെ എന്തായാലും ഉണ്ടാവും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ. ഗാസയെ നീ എന്തു ആക്കിക്കോ, പക്ഷേ വെസ്റ്റ് ബാങ്ക് ഇപ്പം അനക്സ് ചെയ്തതെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള തുർക്കി, ഖത്തർ, ഇതൊക്കെ തീവ്ര നിലപാടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇവരുടെ അജണ്ട ഈ ഓട്ടോമൻ എംപററുടെ സമയം തൊട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ ഓട്ടോമൻ എംപറർ ആയിട്ടുള്ള സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ അൽ-അക്സ മോസ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞ ആ ഒരു മുസ്ലിം പള്ളി അവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ സോളമൻ, ദാവീദിന്റെ മകനായിട്ടുള്ള സോളമൻ ഉണ്ടല്ലോ, സോളമൻ രാജാവ്. അപ്പോൾ ഈ സോളമൻ രാജാവിന്റെ പേരിലാണ് ഈ സുലൈമാൻ എന്ന് പറഞ്ഞ് പുതുക്കി പണിത ആളുടെ, ഈ ഓട്ടോമൻ എംപററുടെ പേര് സുലൈമാനാണ്. അതായത് കിങ് ഡേവിഡിന്റെ മോനായിട്ടുള്ള കിങ് സോളമന്റെ പേരും ഇവർ സോളമനെയും സുലൈമാൻ തന്നെയാണ് അറബിക്കിൽ വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ സുലൈമാനാണോ ആ സുലൈമാനാണോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ പള്ളി പണിതത് തുർക്കി ഓട്ടോമൻ എംപറർ ആയിട്ടുള്ള സുലൈമാനാണ്. ആ സുലൈമാൻ ഇപ്പം നിലവിലുള്ള ഈ ഒരു ഡോം ഓഫ് ദ റോക്ക് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അയാളാണ് ഈ ജെറുസലേം ടെമ്പിളിന് കയറുന്ന മറ്റൊരു സൈഡിലുള്ള ഒരു വാളുണ്ട്, ആ വാള് സീൽ ചെയ്ത് ആ ഒരു എൻട്രൻസ് അടച്ചു പൂട്ടി, ഗേറ്റ് അടച്ചു പൂട്ടിയിട്ട് മറ്റൊരു സൈഡിൽ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടാണ് ഈ പള്ളി പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഈ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഗാസക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തതും ഇസ്രായേലിന് ഒരു ഫുൾ ലാൻഡ് അവിടെ കൊടുക്കാത്തതും. കാരണം ഇസ്രായേലിന് ഒരു ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് തട്ടിക്കളഞ്ഞിട്ട് പഴയ ഇസ്രായേലിൻ്റെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ടെമ്പിൾ മൗണ്ട് ഉണ്ടല്ലോ, ആ ടെമ്പിൾ മൗണ്ട് അവരവിടെ പണിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൈവൽറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ പാടില്ല എന്നുള്ള നിലയിൽ അറബ് രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. നീ ഗാസയെ എന്ത് വേണമെങ്കിലാക്കിക്കോ, പക്ഷേ വെസ്റ്റ് ബാങ്ക് പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ നിർദ്ദേശം. അപ്പോൾ അത് JD വാൻസ് വന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കോ റൂബിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രംപും ഇപ്പോൾ ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് നിങ്ങൾ തൽക്കാലം തുടരുത്, അത് തൊട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖല വീണ്ടും സംഘർഷഭരിതമാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് കുറച്ച് സ്ലോലി പക്ഷേ സ്റ്റിൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലി കുറച്ച് സ്ഥലം, ഒരു 25% സ്ഥലം ഇങ്ങനെ വിട്ടുവെച്ചിട്ട് ഇസ്രായേൽ ബാക്കിയെല്ലാം അനക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രംഗമാണ് കാണുന്നത്. വെസ്റ്റ് ബാങ്ക് ഫുള്ളി അനക്സ് ചെയ്തു എന്നുള്ള ഒരു പ്രഖ്യാപനമൊന്നും ഇപ്പം നിലവിൽ വരാനുള്ള സാധ്യതയില്ല. ഇതാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡെവലപ്മെന്റ്സ്. കാരണം ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഗാസയുടെ അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 റെസൊല്യൂഷനും പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഇതിനകത്ത് ഇടപെടുന്നത്.
കാരണം ഈ വെസ്റ്റ് ബാങ്കിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് 20-21 പോയിന്റും നറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളൊക്കെ സമ്മതിച്ചതും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷനൊക്കെ സമ്മതിച്ച് ഇസ്രായേലിന്റെ സൈഡിലേക്ക് കൂടുതൽ പോസിറ്റീവ് പോയിന്റ്സ് വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചതും ഇതിന്റെ പേരിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിനെ തന്നെ നിങ്ങൾ ആദ്യം അനക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഇസ്രായേലിന് ഗാസയെക്കാളും ഇമ്പോർട്ടന്റ് വെസ്റ്റ് ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഗാസയുടെ ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ വെസ്റ്റ് ബാങ്കിനെ സൈഡിൽ കൂടെ ചെറുങ്ങനെ ഇങ്ങനെ അനക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫാക്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഗാസയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് എന്തോ ആവാമോ, അപ്പോൾ നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തോന്ന് പറഞ്ഞില്ല. അപ്പോൾ ഗാസയ്ക്കുള്ളിൽ ചില സ്ഥലങ്ങളിൽ ഹമാസ് വീണ്ടും ആയുധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതുക്കി വെക്കുന്നതായിട്ടൊക്കെ കണ്ടെത്തി. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു ഏരിയ തികച്ചും ഒരു ഏരിയ ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിൻ്റെ ഫൂട്ടേജ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് സൈഡിൽ. അപ്പം അവസാനം ചൈനയുടെ ഒരു വാർത്തയും കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ചൈനയുടെ ഒരു എയർ സൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാർ തോളത്ത് ഒരു എയർ ബാഗ് പോലത്തെ ഒരു സാധനം തോളത്തിട്ടിട്ട്, അതായത് ഒരു മനുഷ്യന് സ്വയമേ പറന്നങ്ങ് പോവാം ആ രീതിയിൽ 1500 ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ പറ്റും ഈ ഒരു സ്യൂട്ട് ഇട്ടുണ്ട്. അതിൻ്റെ പരീക്ഷണം ചൈന നടത്തി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സുഖസുന്ദരമായിട്ട് അങ്ങ് പറക്കാണ്. ചൈന ഇത് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ടെക്നോളജിയും ചൈന അഡോപ്റ്റ് ചെയ്ത് പല രീതിയിലും പരാജയപ്പെട്ട് പരീക്ഷണം നടത്തി വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ ചൈന ഒരു കാർ വിത്ത് ഫ്ലൈയിങ് ടാക്സി അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇറക്കിയിട്ടുണ്ട്. UAE എങ്ങാണ്ട് അതിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൂട്ടേജ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിൽ ഞാനത് ആഡ് ചെയ്തേക്കാം. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് UNRWA ഇനി ഗാസയ്ക്കുള്ളിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് UNRWA നിങ്ങളെയും ഞങ്ങൾ ഹമാസായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായിട്ടും നിർവീര്യം ചെയ്തുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു അറബ് സംഘടന, അതായത് ഒരു അറബ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സെക്യൂരിറ്റി കമ്മിറ്റി രൂപീകരിച്ച് അതായിരിക്കും ഗാസ ഗവർണൻസ്, അതായിരിക്കും ഗാസയിലെ സെക്യൂരിറ്റി മെഷർ ചെയ്യുന്ന സംഘടന. തുർക്കിയുടെ ഫോഴ്സ് ഇനി ഗാസയ്ക്കുള്ളിൽ പാടില്ല, അതേപോലെ ഖത്തറിന്റെ പ്രസൻസും ഗാസയ്ക്കുള്ളിൽ പാടില്ല. ഈ രണ്ട് നിർദ്ദേശങ്ങളും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും വളരെ വ്യക്തമായിട്ട് തന്നെ അമേരിക്കയ്ക്ക്, അതായത് മാർക്കോ റൂബിയോയുടെ സൈഡിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. UNRWA ഇനി ഗാസയ്ക്കുള്ളിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനൊരു വിഷയം വന്ന ഉടനെ തന്നെ തയ്യബ് എർദോഗൻ അയാൾ തിരിഞ്ഞു കളിക്കാന്ന് പറഞ്ഞാൽ തയ്യബ് എർദോഗൻ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഹമാസ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി, ഹമാസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അല്ലാതെ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ല. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള ചില നിയമാവലികൾ ഉണ്ടാവും, അതനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അല്ലാതെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നൊക്കെ ഇപ്പം തിരിഞ്ഞു കളിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തയ്യബ് എർദോഗന്റെ സംഘടന ഗാസയ്ക്കുള്ളിൽ വരരുത് എന്ന് ഇസ്രായേൽ പറഞ്ഞതിനെ തുടർന്നാണ് തയ്യബ് എർദോഗൻ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത്. കാരണം അമേരിക്കയിൽ പോയി സംസാരിച്ച് എന്തൊക്കെയോ റെഡിയാക്കിയിട്ട് വന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഗാസയിൽ തുർക്കിയുടെ ട്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തയ്യബ് എർദോഗന് തുർക്കിയിൽ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ബാങ്കിന്റെ കളിയും കൂടിയാണ്. കാരണം ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെ വെച്ചിട്ട് കുറച്ചുനാൾ ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു തയ്യബ് എർദോഗൻ. കാരണം തയ്യബ് എർദോഗന്റെ ഇരട്ടത്താപ്പേ, ഇസ്രായേലുമായിട്ട് നല്ല വ്യാപാര ബന്ധം കൊണ്ടു നടക്കുന്ന സമയത്ത് തന്നെ ഗാസ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വ്യാപാര ബന്ധം നടക്കുന്നത് ഇസ്രായേലുമായിട്ടാണ്. ഇത് ജനങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് തയ്യബ് എർദോഗന്റെ ഈ ഒരു ഹിപ്പോക്രസി മനസ്സിലായത് കൊണ്ടാണ് തയ്യബ് എർദോഗനെതിരെ എതിർ സ്വരങ്ങൾ തുർക്കിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. അപ്പൊ അതിനെതിരെ ഇച്ചിരി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഗാസ എന്ന് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ ട്രൂപ്പിനെ ഞാൻ ഗാസയിലേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സഹായങ്ങളുമായിട്ട് ചില JCBയും ബുൾഡോസേഴ്സൊക്കെ കൊണ്ട് നിർത്തിയത്. പക്ഷേ ഇസ്രായേൽ അതിനെ മുൻകൂട്ടി കണ്ട് തടഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനും തുർക്കിക്കും വേറൊരു സൈഡിൽ ഒരു കൺഫ്രണ്ടേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് സൈപ്രസിലാണ്. സൈപ്രസ് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഇപ്പം വെളിയിൽ വരുന്നുണ്ട്. ഇസ്രായേൽ പക്ഷേ സൈപ്രസിൽ നല്ല രീതിയിലുള്ള ഡോമിനേഷൻ ഉറപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് സബ്ജക്റ്റിൽ നമ്മൾ സംസാരിക്കാം, കാരണം അത് വേറൊരു വിഷയം തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് അതേപോലെ ഏഷ്യൻ സൈഡിലുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.